ഒരു ആക്ടർ നടന്നു വരുന്നു മാസ് ഹീറോ ഒന്നുമില്ലാതെ കാണുമ്പോൾ എന്താണെന്ന് തോന്നുന്നു. ഹൗ കെൻ യു ജഡ്ജ് എ മാസ് മൂവി വിതൗട്ട് മ്യൂസിക്? പറ്റില്ല, ഒരു ജഡ്ജ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. മാസ് മൂവീസ് ഫൈനൽ മിക്സ് കഴിയാതെ ആർക്കും ഒരു കോൾ കൊടുക്കാൻ പറ്റില്ല, വെറുതെയാണ്. ഭയങ്കര പാടാ. കാരണം ഇപ്പം സ്റ്റോറി ഓറിയന്റഡ് കണ്ടന്റ് ഓറിയന്റഡ് മൂവീസ് നമുക്ക് പടം ഫസ്റ്റ് കോപ്പി കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ജഡ്ജ്മെന്റ് കിട്ടും. ഇപ്പം നടന്നു വരുന്നു, വില്ലനായിട്ട് ഫൈറ്റ് ചെയ്യുന്നു, മ്യൂസിക് ഇല്ലാതെ കണ്ടാൽ വാട്ട് ക്യാൻ യു ഡിസിഫർ? നമ്മൾ ചെയ്ത പുഴു എന്ന് പറഞ്ഞ പടം, അതൊക്കെ സ്കോർ ഇല്ലാതെയും ഒരു ആവശ്യം. ഇപ്പം മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, മമ്മൂക്ക വെറുതെ നടന്നു വരികയാണ്. ഇറ്റ് ഇസ് നോട്ട് നീഡഡ്. പക്ഷെ മാസ് മൂവീസിൽ ഇപ്പം രാജു ജയിലിൽ നിന്ന് ഇറങ്ങി വന്നു, ജയിലോട്ട് കയറുന്നു, മ്യൂസിക് ഇല്ലാതെ വെറും സിമ്പിളാണ്. പക്ഷെ അതിനകത്ത് ആ എലിവേറ്റ് ചെയ്യുമ്പോഴാണ് യുനോ ദാറ്റ് യു ഗെറ്റ് ദാറ്റ് കമേഴ്ഷ്യൽ ഒരു പരിപാടി കിട്ടുന്നത്. പണ്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത ഹോൾഡ് ചെയ്ത് വെച്ച പാട്ട് സിനിമയിൽ യൂസ് ചെയ്യാൻ പറ്റും, അത് പിന്നീട് വേറെ ഏതെങ്കിലും സിനിമയിൽ യൂസ് ചെയ്യാൻ പറ്റും? പറയാൻ ഞാൻ ഏതോ സിനിമയ്ക്ക് തുടക്കത്തിൽ കമ്പോസ് ചെയ്ത പാട്ടാണ്, അത് ഡയറക്ടർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് പിന്നീട് വേറൊരാൾക്ക് കൊടുത്തു, അതും ഇഷ്ടപ്പെട്ടില്ല. അവസാനം ആ പടം ഇങ്ങനെ ആരോ ചെയ്ത് മാറി ഫിനിഷ് ചെയ്യാതെ ആ പാട്ടിൽ ഷൂട്ട് ചെയ്ത് വന്നിരിക്കുക. ഞാൻ പറഞ്ഞു എൻ്റെ ഒരു പാട്ടുണ്ടെന്ന് ഇട്ട് നോക്കാം, കുറച്ച് കണ്ടംപററി ആണ്, എനിക്കൊന്ന് വർക്ക് ആവുമെന്ന് തോന്നുന്നു. അപ്പൊ അതിൽ മോതിരം കൈമാറാൻ എന്നുള്ള ലിറിക്സ് വരെ പെർഫെക്റ്റ് ആയിട്ട് സിങ്ക് ആവുന്നു. നോക്കുമ്പോൾ മറ്റേ ഷൈനികം ആൻഷിതലിന് റിങ് കൊടുക്കുന്നു. അപ്പൊ അതൊരു നിമിത്തമായിരുന്നു കേട്ടോ. അത് വേറെ 2-3 പടങ്ങൾ മാറി മാറി വന്ന് അവസാനം ഇഷ്കിൽ ലാൻഡ് ചെയ്ത പാട്ടാണ്. അത് അനുരാജ് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്ത് കുറച്ച് ലിറിക്കലി ഒക്കെ മാറ്റി, കുറച്ച് മ്യൂസിക്കലി ഞങ്ങൾ മാറ്റി ചെയ്തതാണ്. ഇഷ്കിന്റെ കാര്യം പറയുമ്പോൾ അതിനകത്ത് ക്ലൈമാക്സിൽ ബിഫോർ ദ ക്ലൈമാക്സ് ഷെയ്ൻ അവരുടെ വീട്ടിൽ നിന്ന് ഹരാസ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു കുറച്ച് പരിപാടി വന്നപ്പോഴത്തേനും അല്ല, അത് അനുരാജും ഞാനും കൂടെ ടുഗദർ എടുത്തതാ കേട്ടോ. പക്ഷെ എനിക്കതിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം ഞങ്ങളത് ഡിസൈഡ് ചെയ്തു. അപ്പൊ അവന്റെ മനസ്സിലെ ഒരു ആക്ച്വലി ആ റോങ്ങിനെ അല്ല ജസ്റ്റിഫൈ ചെയ്യുന്നത്, അവന്റെ എക്സസി ആണ് അത്. ലൈക്ക് റിവെഞ്ച് എടുക്കാൻ പറ്റിയതിനുള്ള എക്സസി ആണ് ആക്ച്വലി. ആ ആളുകൾ ഇന്റർപ്രറ്റ് ചെയ്തത് പരിപാടി അത് പുള്ളി ഇതിനെ ഗ്ലോറിഫൈ ചെയ്ത പോലെ ആവണം എന്നുള്ളതാണ്. യുനോ സോറി. പക്ഷെ ആ തോട്ടിൽ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈവൻ ദോ വാട്ട് ഹി ഡിഡ് ഇസ് അബ്സല്യൂട്ട് റോങ്, പക്ഷെ ഫോർ ഹിം ഈസ് വിക്ടോറിയസ് എന്നുള്ള രീതിയിലാണ്. പിന്നെ ആ കറക്റ്റ്നെസ് ശ്രദ്ധിക്കണം. പക്ഷെ അത് പെർസ്പെക്റ്റീവ് ആണല്ലോ ഓരോരുത്തരുടെ. ഏതെങ്കിലും പ്രോജക്റ്റ് വന്നിട്ട് ഇപ്പം അവിടെ മ്യൂസിക്കിന് ആവശ്യമില്ല, ബട്ട് യു ആർ സ്റ്റിൽ പോസ്റ്റ് ടു മ്യൂസിക്, അങ്ങനെ ഈയിടെ ഉണ്ട്, ഞാൻ പറയുന്നില്ല. എന്നിട്ട് എന്നോട് ഞാനത് ആവശ്യമില്ല എന്ന് പറഞ്ഞു, പക്ഷെ പേടി ലാഗ് ആവുമോ. ഈ ലാഗ് എന്നുള്ള വാക്കുള്ള പ്രശ്നം. ഇപ്പോ സ്റ്റാർ സിംഗേഴ്സ് കുറെ ചാനലുകളുണ്ട്. ഇവിടെ എല്ലാവരുടെയും പാരന്റ്സ് ഫോഴ്സ്ഫുള്ളി കുട്ടികളെ അല്ലെങ്കിൽ മ്യൂസിക്കിന് വിടുകയും പിന്നെ അവിടെ ഇങ്ങനെയുള്ള കുറെ കോമ്പറ്റീഷനിലേക്ക് ചെറുപ്പകാലം മുതൽ തന്നെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് അവരെ ശരിക്കും ബാധിക്കുന്നുണ്ട്. സക്സസും അതിന്റെ ഫെയിലിയേഴ്സും. അത് ചെയ്യരുത്. പക്ഷേ ഒരു ഇൻസ്ട്രുമെന്റൽ നോളജ് ഒരു കുട്ടിക്ക് ഭയങ്കര, അല്ല ഒരു മ്യൂസിക്കൽ നോളജ് എപ്പോഴും നല്ല. പാടാൻ പറ്റാത്ത ഒരാളെ കൊണ്ട് പാടിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് എല്ലാ കുട്ടികളും ഒരു ഇൻസ്ട്രുമെന്റൽ, കാരണം ഒരു ഹ്യൂമൻലി നമുക്ക് എക്സ്ട്രാ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര സ്കില്ലല്ലേ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുക എന്ന് പറയുന്നത്. അതും പിയാനോ അല്ലെങ്കിൽ പോളിഫോണിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുമ്പം ബ്രെയിൻ ഡെവലപ്മെന്റും കൂടുകയാണ്. പിന്നെ സിംഗിങ് എന്ന് പറയുന്ന ഒരു ട്രാൻസെൻഡിങ് എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. നമ്മൾ ഒരു തരം മെഡിറ്റേഷനാണ് അത്. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി ഫോക്കസിങ് ഓൺ സംതിങ് അല്ലേ. സിംഗിങ് ഓൾസോ ഇസ് ദാറ്റ്. മ്യൂസിക് അഭ്യസിക്കുമ്പോഴും അതാണ്. ഇൻട്രസ്റ്റ് ഇല്ലാതെ ഫോഴ്സ് ആയിട്ട് ചെയ്യുന്നതിൽ ഈ പോപ്പുലാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതിലൊന്നും അർത്ഥമില്ല. പക്ഷേ ഞാൻ പറയുന്നത് എല്ലാ സ്കൂളിലും ഒരു ഇൻസ്ട്രുമെന്റൽ ട്രെയിനിങ് ഭയങ്കര മസ്റ്റ്. ആ തരുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് അൾട്ടിമേറ്റ്ലി ഈ നീറ്റും ഒക്കെ ഭയങ്കര കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞാലും ജോലിക്ക് കയറി കഴിഞ്ഞിട്ടും വാട്ട് വിൽ റിമെയിൻ ഇൻ യുവർ നെക്സ്റ്റ് ഇയേഴ്സ് ഈ സ്കിൽസ് ആയിരിക്കും പിന്നീട് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. ആ ജോലി സ്ഥലത്ത് വന്നിട്ട് ഒരു എക്സ്ട്രാ ഒരാൾക്കൊരു എന്തെങ്കിലും ഒരു സ്കിൽ ഉണ്ടെങ്കിലാണ് അയാൾ അവിടെയും ഷൈൻ ചെയ്യുന്നത്. അപ്പം മ്യൂസിക്കൽ എഡ്യൂക്കേഷൻ, മ്യൂസിക്കൽ നോളജ് മസ്റ്റാണ്. പക്ഷേ ഇങ്ങനത്തെ ബാലിശമായ കാര്യങ്ങൾക്കൊന്നും ഫോഴ്സ് ചെയ്യുന്നതൊന്നും കാര്യമില്ല. ദാറ്റ് ഇസ് ഓൾ ഗുഡ്. പക്ഷെ അതും വെച്ച് ഒരാൾ സ്റ്റാർ സിംഗേഴ്സിലുള്ള എത്ര പേര് ഇവിടെ ഭയങ്കര സൂപ്പർ പോപ്പുലർ സിംഗേഴ്സ് ആയിട്ടുണ്ട്. അത് അവരവരുടെ ഷോ ചെയ്യുന്നു, അതൊക്കെ നല്ല കാര്യം തന്നെ.
പക്ഷെ അതല്ല, അതിലുപരി ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു കാര്യം, ഒരു മ്യൂസിക്കൽ അഭ്യസിക്കുന്നതുകൊണ്ടുള്ള ഒരു കൊച്ചിന് കിട്ടുന്ന ഒരു കോൺഫിഡൻസും, അല്ലെങ്കിൽ അത് നൽകുന്ന ഒരു പോസിറ്റീവ് എനർജിയും ഭയങ്കരമാണ്. അപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് എൻ്റെ പിള്ളേരെ ഞാൻ ഇപ്പം തന്നെ അത് നേരത്തെ ഏർലി കഴിഞ്ഞ് തന്നെ പിയാനോ ആൻഡ് സിംഗിങ് ക്ലാസ്സിന് വിടുന്നുണ്ട്. വെറുതെ ദേ ലൈക്ക് ഇറ്റ്, അത് അവർ റിയലൈസ് ചെയ്യട്ടെ. ഒരു 10-12 വയസ്സിൽ അവർക്ക് മനസ്സിലാവും ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ചിലപ്പം ഇതായിരുന്നു എന്നെ ഫോഴ്സ് ചെയ്യാൻ കാരണം എന്നുള്ളത്. കാരണം അതിൻ്റെ ഒരു കിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അത്. സ്റ്റഡീസ് അല്ലാതെ, ഞാൻ സ്റ്റഡീസ് ഇൻഡിപെൻഡൻ്റ്ലി എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. പക്ഷേ ഒരു മ്യൂസിക്കൽ നോളജ് നമ്മളൊരു എഫേർട്ട് ഇടണം. ഒരു മസിലിനെ ട്രെയിൻ ചെയ്യുന്ന പോലെയാണ് ഒരു പിയാനോ അല്ലെങ്കിൽ ഒരു ഗിറ്റാർ, വയലിൻ പഠിക്കുക എന്ന് പറയുന്നത്. അപ്പം ഐ സ്ട്രോങ്ലി ഇൻസിസ്റ്റ് ദാറ്റ് കിഡ്സ് ഷുഡ് ലേൺ ആൻ ഇൻസ്ട്രുമെന്റ്. തുടങ്ങുന്നുണ്ട്, പ്ലാനുണ്ട്. അത് ബെന്നിച്ചേട്ടൻ തന്നെ അത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് മ്യൂസിക്കൽ ട്രെയിനിങ് അല്ല, അത് മ്യൂസിക് പ്രൊഡക്ഷന് വേണ്ടി മ്യൂസിക്കലി സ്കിൽഡ് ആയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ് ആഗ്രഹിക്കുന്നവർ. ഇപ്പോൾ ദീപചേട്ടൻ ഇപ്പോൾ ഓൾറെഡി ഒരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. അത് ഇന്റേണലായിട്ട് നടത്തിയത്, പക്ഷേ അത് കുറച്ചും കൂടെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാനൊരു പ്ലാനുണ്ട്. ലൈക്ക് എന്താ മ്യൂസിക് ഡയറക്ടോറിയൽ ടിപ്സ്. പക്ഷെ അത് മ്യൂസിക് സ്കൂളല്ല കേട്ടോ. ലൈക്ക് ഒരു മ്യൂസീഷ്യന് മ്യൂസിക് ഡയറക്ടർ ആവാൻ വേണ്ട സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ള ഒരു ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫെമു ഇനിയാലും ട്രൈ ചെയ്യാം. പിന്നെ നോ ഏജ് ലിമിറ്റ്. ആ ലേണിംഗ് കേവ് ആണ്, കേവ് ആണ്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലോ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര അത് കൊള്ളാലോ എന്നുള്ളൊരു പോയിന്റ് കിട്ടും. അതുവരെ ഒന്നും ഒരു സ്ട്രഗ്ലിംഗ് ആണ്. എക്സസൈസ് ചെയ്യാൻ പോകുന്നത് തന്നെയാണ്. ജിമ്മിൽ പോകുമ്പോൾ 1-2 പാടല്ലേ. പിന്നെ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10-40-45 വയസ്സ് പിന്നെ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഡെയിലി ഇങ്ങനെയൊക്കെ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോഴേ സംതിങ് മോർ ടു ലുക്ക് ഫോർവേഡ്. ഇനിയും കിടക്കല്ലേ നമുക്ക്. അയ്യോ, എത്ര സ്ക്രീൻ ടൈമിന്റെ ടൈം നോക്കി, അതിന്റെ ഒരു 10-1 സമയം ഒരു ഇൻസ്ട്രുമെന്റ് പ്രാക്ടീസ് ചെയ്താൽ മതി. പക്ഷെ അതാണ് ഈ ഫോണൊക്കെ നമ്മളെ എത്രത്തോളം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്നുള്ളത്, മീ ഇൻക്ലൂഡഡ്. അതൊരു ഭയങ്കര, ഞാനിപ്പോൾ ഫോൺ വീട്ടിൽ പോകുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യും, ഓഫീസിൽ സ്വിച്ച് ഓഫ്. അത് ആരെങ്കിലും വിളിക്കുമ്പോൾ എടുക്കാത്തത്. ഇത് കണ്ട പ്രശ്നമാണ്. വിഷ്വൽസ് കണ്ടിട്ട് കമ്പോസ് ചെയ്യുന്ന കാര്യം നമ്മൾ നേരത്തെ പ്രോബ്ലി ജെക്സിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വൈറലായിട്ടുള്ള തീമായിരിക്കും കൽക്കിയില്. സോ ദാറ്റ് വാസ് യു കമ്പോസ് ഇറ്റ്. വിഷ്വൽ കണ്ടു. എനിക്ക് അന്ന് ഷൂട്ട്, ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട്, ഫസ്റ്റ് ഡേ ഷൂട്ടാണോ ഈ പർട്ടിക്കുലർ പോർഷൻ എടുത്ത് ടോവി നടന്നു വരുന്നത് എനിക്ക് എടുത്ത് അയച്ചു തന്നിരുന്നു. അതിന് മുകളിൽ അത് ചെയ്തത്. അത് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, പ്രതീക്ഷിച്ചില്ല. റഹ്മാൻ സാറാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ജോൺസൺ മാസ്റ്റർ, പിന്നെ ദേവരാജൻ മാസ്റ്റർ, വിദ്യാജി, പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്ലോബൽ ലെവലിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സ്കോഴ്സ് കേട്ടിരിക്കുന്ന ഹാൻസ് സിമ്മറിൻ്റെ ആയിരിക്കും. ലൈക്ക് ഓൺ എ പ്രൊഡക്ഷൻ ലെവൽ. പിന്നെ എനിക്ക് ട്രെൻഡ് റെസ്നർ ആൻഡ് ആറ്റിക്കസ് റോസ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇവർ കൊണ്ടുവരുന്ന ഐഡിയാസ് ഇഷ്ടമാണ്. എനിയോ മൊറിക്കോൺ, പിന്നെ ഇപ്പോൾ ലുഡ്വിക്ക് ചെയ്യുന്ന വർക്കുകൾ ഇഷ്ടമാണ്. അങ്ങനെ അല്ല, ഇപ്പം എല്ലാവരും നല്ലൊരു മലയാളത്തിൽ എസ്പെഷ്യലി എക്സ്പെരിമെൻ്റൽ ടൈമാണ്. ആൻഡ് എവറിബഡി ഈസ് ഡൂയിങ് വെൽ. സൂഷ്യൻ ഇസ് ഡൂയിങ്, എനിക്ക് ഇഷ്ടമുള്ള ജസ്റ്റിൻ ഇസ് ഡൂയിങ് വെൽ, വിഷ്ണുവിൻ്റെ മെലഡീസിന്. അപ്പോൾ അങ്ങനെ ഒരു ഹെൽത്തി, ഒരു നല്ല ഒരു കാലഘട്ടമാണിപ്പോൾ. എവറിബഡി പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഐ തിങ്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. എല്ലാവരും അവരവരുടെ വർക്കുകളൊക്കെ കാണാനും കേൾക്കാറുണ്ട്. ഞാനിപ്പോൾ കൂടുതലും നമ്മുടെ ഫെഫ്ക മ്യൂസിക് ഡയറക്ടേഴ്സ് യൂണിയനിൽ എക്സിക്യൂട്ടീവിലുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ആക്ച്വലി വെറ്ററൻ, ഞാൻ ഏറ്റവും ഗുരുതുല്യനായിട്ട് കണ്ടിരുന്ന കുറച്ച് പേരോട് ഭയങ്കര ക്ലോസ് ആണ്. എസ്പെഷ്യലി ദീപക് ദേവ്, രാഹുൽ ഭായ്, റോണി ചേട്ടൻ. അപ്പോൾ ദീപ് ചേട്ടനായിട്ട് ലോങ് കോൺവെർസേഷൻസ്, കുറച്ചും കൂടെ ഒരു ഐഡിയോളജിക്കൽ കോൺവെർസേഷൻസോ അല്ലെങ്കിൽ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഈസ് ട്രൂലി എൻ്റെ മലയാളം മ്യൂസിക്
ഈ പുതിയ ഒരു സൗണ്ടിങ്ങിലോട്ട് കൊണ്ടുവന്നത് ദീപിച്ചേട്ടനാണ് ഞാൻ ഹാൻഡ്സ് ഡൗൺ പറയും. എസ്പെഷ്യലി സിംഫണി, ക്രോണിക് ബാച്ചിലർ, ആ ടൈമിലുള്ള ഒരു അഡ്വെഞ്ചർ ഉണ്ടല്ലോ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു ട്രൂ ഇൻസ്പിറേഷണൽ ഫിഗറാണ് ദീപക് ദേവ്. അദ്ദേഹമായിട്ട് ഞാനിപ്പം അത്ര ക്ലോസ് ആണ് സംഘടനയുടെ ഭാഗമൊക്കെ ആയിട്ട്.